ഞാൻ നിങ്ങളെ ഇതിന് മുമ്പ് ഞങ്ങളുടെ പാക്കിംഗ് സെക്ഷൻ്റെ വീഡിയോ സെക്ഷൻ പാക്ക് ചെയ്യുന്ന സ്ഥലങ്ങളും മിഷനറി ഇതൊക്കെ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ പാക്ക് ചെയ്യുന്നത് കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ പാക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കും. ഞങ്ങളിവിടെ പാക്ക് ചെയ്യാനായിട്ട് അധികം ഉള്ളത് സ്ത്രീയിൽ നിന്ന് വരുന്ന പെൺകുട്ടികളും സ്ത്രീകളുമാണ്. ചെറിയ പെൺകുട്ടികൾ ഒട്ട് വലിയ അമ്മച്ചിമാരും വരെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ ഇവിടെ പാക്ക് ചെയ്യുന്നത് ഗ്രീൻ ആപ്പിളാണ്. അതുകൊണ്ട് അപ്പോൾ ഇവിടുത്തെ മെഷീൻ പ്രവർത്തിക്കുന്ന സൗണ്ട് കാരണം എൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാൻ വളരെ ചാൻസ് കുറവാണ്. അത് ഇവിടെ ഒരുപാട് മെഷീൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ കഴിക്കുന്നത് ഗ്രീൻ ആപ്പിളാണ്. ആപ്പിൾ ഇങ്ങനെ കൺവെയറിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൺവെയറിന് വഴി വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഇവരിപ്പോൾ ക്ലീനേഴ്സ് സ്റ്റാഫുണ്ട്. കൺവെയറിന് വഴി വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബോക്സിൽ പാക്ക് ചെയ്യുകയാണ്. ഞങ്ങളുടെ കൺവെയറിൽ ഇപ്പം നിലവിൽ വരുന്നില്ല. അതുകൊണ്ട് ആ സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ കൺവെയർ വഴി വരുന്നില്ല. നമ്മൾ വരാത്ത സമയം നമുക്ക് വർക്ക് ചെയ്യണം. കൺവെയർ വഴി വരാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നേരം വീഡിയോ എടുക്കുന്നത്. എത്രയോ വലിയതാണെന്ന് അറിയാം. അതായത് പാക്കിംഗ് സെക്ഷൻ ഇതിപ്പോൾ 40 പേര് വർക്ക് ജോലി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നിൽക്കുന്ന മുഴുവൻ സ്ത്രീക്കാർ പെൺകുട്ടികളാണ്. അമ്മച്ചിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഓരോ ഗ്രീൻ ആപ്പിളിൻ്റെ സൈസ് ഗ്രേഡ് തിരിയുന്നുണ്ട്. ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് തരുന്നത്. വേസ്റ്റൊക്കെ ഉള്ളത് കളയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണുന്നുണ്ട്. No. അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്ത് അവൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്പിൾ കൊണ്ട് കൊടുത്തതാണ്. റെഡ് ആപ്പിൾ കൊടുത്തു. ഇത്ര നാൾ റെഡ് ആപ്പിളായിരുന്നു ആ കൺവെർട്ട് വഴി വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ റെഡ് ആപ്പിൾ വരുന്നില്ല. അത് കഴിഞ്ഞു. അതിൻ്റെ കഴിഞ്ഞു. അടുത്ത സെക്ഷനാണ് ഗ്രീൻ ആപ്പിൾ. അപ്പോൾ എന്തോ ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പം ഇനി അടുത്ത സെക്ഷൻ വരുന്നത് വേറെ എന്തെങ്കിലും ആയിരിക്കും, പറയാനായിട്ടില്ല. റെഡ് ആപ്പിളോ അല്ലെങ്കിൽ വേറെ ഓറഞ്ചോ അങ്ങനെ എന്തെങ്കിലും അടുത്ത സെക്ഷൻ വരുന്നത്. ഇന്ത്യക്കാർ പെൺകുട്ടികളൊക്കെ നമ്മൾക്ക് നല്ല കമ്പനിയാണ്. നമ്മൾ നല്ല ജോലിയാണ്. അത് ഇപ്പോൾ വരുന്നതാണ്. ഇങ്ങനത്തെ അധികം പാക്കിങ്ങിൻ്റെ സമയത്തൊക്കെ വരുമ്പോൾ സ്ഥിരപ്പണിക്കാർ 10 പേര് പറിക്കുന്നിടത്ത് പോകുമ്പോൾ പാക്കിങ്ങിന് ആൾ കുറയുമ്പോൾ വരുന്നതാണ്. ഈ ഒരു സെക്ഷൻ ഒന്നും അപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏത് ടൈമിലാണ് എൻ്റെ കൺവെർട്ടിൽ സാധനം വരുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെറിയ ഇതായിട്ട് കാണിച്ചത്. മൊത്തം കാണിക്കണമെങ്കിൽ ഒരു ദിവസം നിന്ന് നടന്നാലും തീരുവല്ല മൊത്തം കാണിക്കാനായിട്ട്. അത്രമാത്രം ഉണ്ട്.
ഇതുണ്ട് നമ്മുടെ ബോക്സ് വരുന്നതാണ്. ഈ ബോക്സ് ഇതിന് ഇതൊരു കൺവെർട്ടറാണ്. ബോക്സ് കൺവെർട്ടർ വഴി ബോക്സ് വന്നിട്ട് അതവിടെ വന്നിട്ട് അതിൻ്റെ അപ്പുറം കൊണ്ടിട്ട് ആ പെണ്ണുങ്ങളിരിക്കാൻ അപ്പുറം ഒരു മറ്റേ ഇതില്ലേ അതിൽ അവിടെ തരും. അത് ആ ബെൽറ്റ് കയറുന്നുണ്ട്. ഇതിനെവിടെ വെക്കാണ്ട് ഇതിൻ്റെ അടി കൂടെ കയറുന്നു പോ. നീ കൊണ്ടുവരുന്ന അതിൻ്റെ അടി കൂടെ പോയിട്ട് ഇതുപോലെ ഇപ്പോൾ 10 സ്ഥലം. എന്തായാലും കുറേ നല്ല വീഡിയോയിൽ നീ എന്നെ കാണിച്ചില്ല. എന്നാലും കിളവനായി എന്നെ കാണിച്ചാൽ ഭയങ്കര സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഞാൻ എൻ്റെ വർക്കിംഗ് സ്ഥലം കാണിക്കാൻ വേണ്ട. അതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഇതൊക്കെ കാണിച്ചായിരുന്നു. പക്ഷേ വർക്ക് ചെയ്യുന്നത് കാണിച്ചില്ല. വർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന. ഇന്നിപ്പോൾ ഇതിന് വരുന്നില്ല. ഇപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ വരും. 2 മിനിറ്റ് വരുമ്പോൾ പറഞ്ഞാൽ ഒരു മല വരുമ്പോലെ പിടിക്കാനൊന്നും പറ്റുമല്ല. നമ്മൾ അത്രമാത്രം ഫാസ്റ്റിൽ പിടിച്ചോണം. ഇവർക്ക് യൂതന്മാർക്കുള്ളൊരു പ്രത്യേകതയാണ്. ഒന്ന് സമയത്തിന് ഭയങ്കര വിലയാണ്. ഇപ്പം നമുക്ക് മണിക്കൂറിനാണല്ലോ ശമ്പളം തരുന്നത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സമയത്തിന് അവർ നമ്മളെ കൊല്ലും. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതുപോലെ വരും. അതുപോലെ വരും. അപ്പോൾ ഇനിയിപ്പോൾ വരാൻ നടക്കുമ്പോൾ മല പോലെ വരും. എന്നിട്ട് 2 മിനിറ്റൊക്കെ റെസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇടയ്ക്ക് ആലോചിക്കും ഏതെങ്കിലും ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആണ്, അല്ലെങ്കിൽ ഏതൊരു മോട്ടറൊന്നും വർക്ക് ചെയ്യാണ്ടിരിക്കണേ. അത്രമാത്രം ഓരോന്നില്ല. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞെ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കാണുന്നില്ലേ? ഇതാണ് നമ്മൾ വർക്കിംഗ് സ്ഥലം. ഇത് 2 മാസത്തേക്ക് ശ്വാസം വിടാൻ നമുക്ക് സമയം കിട്ടില്ല. അതുപോലെ പാക്കിങ്ങിൻ്റെ ഓറഞ്ച് അവക്കോട ഗ്രീൻ ആപ്പിൾ. അത് കഴിഞ്ഞാൽ അടുത്ത ഐറ്റം ഫ്രൂട്ട്സ് ആവുള്ളൂ. അത് ക്ലീനിങ് സ്റ്റാഫ് തായ്ലാൻഡ്. ഓക്കെ ബൈ.